ഇന്ന് നിങ്ങൾ കാണാൻ കൊതിച്ചിരുന്ന ഞങ്ങളുടെ ഫ്രൂട്ട്സിന്റെയും പച്ചക്കറികളുടെയും ഒക്കെ വിളവെടുപ്പ് വീഡിയോയാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഗാർഡൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, നമ്മുടെ ഈ ഗാർഡൻ എന്ന് പറയുന്നത് UK-യിലാണ്, ലണ്ടനിലാണ് നമ്മുടെ ഈ ഗാർഡൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഗാർഡനിലെ കുറച്ച് ആപ്പിളിന്റെയും പേറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പച്ചക്കറികളുടെ നാടൻ പച്ചക്കറികൾ നമ്മളിവിടെ വളർത്തുന്നുണ്ട്. അതിന്റെയൊക്കെ വിളവെടുപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് നമ്മുടെ പ്ലം ആണ്, വിക്ടോറിയൻ പ്ലം ആണ്. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പഴുത്തെങ്കിലും ഇപ്പോഴും ഇതിന്റെ അകവശം ക്രഞ്ചിയാണ്. കുറച്ചുകൂടെ അങ്ങ് സോഫ്റ്റ് ആകുന്ന ഒരു പാകം ആകുമ്പോഴാണ് നമ്മളിത് പറിച്ചെടുക്കുന്നത്. പറിച്ചെടുത്ത് ജാമൊക്കെ ഉണ്ടാക്കാം. ജാമിന്റെ വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിവിടെ നമ്മുടെ പാവയ്ക്കൊക്കെ പാകമായി വരുന്നു. പാവയ്ക്ക് ഇന്ന് നമ്മൾ വിളവെടുക്കുന്നില്ല, ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ കുറച്ച് തക്കാളിയാണ്. തക്കാളിയൊക്കെ ഇവിടെ പഴുത്തു തുടങ്ങിയ തക്കാളികളും ഉണ്ട്, ഇപ്പൊ ഈ പാകത്തിന് ആയിട്ട് നിൽക്കുന്ന തക്കാളികളും ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് നമ്മൾ ഇതൊക്കെ വിളവെടുത്ത് നമ്മൾ കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് പിച്ചി എടുക്കുന്നതും ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്നൊരു മാസീവ് വിളവെടുപ്പാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ഗാർഡനിൽ ഞാൻ ചെയ്യുന്ന വളപ്രയോഗത്തിന്റെ വീഡിയോ ഒക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇത് നമ്മുടെ പച്ച കളറിലെ പാവയ്ക്കയാണ് കുറച്ച് അവിടെ നിൽക്കുന്നത്. ഇത് ചൊരയ്ക്ക പടർന്നു കിടക്കുന്നതാണ് നമ്മുടെ ഷെഡിന്റെ മുകളിൽ. ചൊരയ്ക്ക ഇന്ന് വിളവെടുക്കുന്നുണ്ട്, അത് കാണിക്കാം. പിന്നെ നമ്മുടെ വാഴ നേരത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ വാഴയിൽ നല്ല ഇലയൊക്കെ വന്ന് നിൽപ്പുണ്ട്. നമുക്ക് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കണം ഈ വർഷം വീണ്ടും. അപ്പോൾ നമ്മുടെ പ്ലമ്മിന്റെ സൈഡിലായിട്ടാണ് നമ്മൾ വാഴ വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ മാരിഗോൾഡ്, ഞാൻ ഈ വെർട്ടിക്കലായിട്ട് സ്ട്രോബെറി പോട്ടിൽ വെച്ചിരുന്ന മാരിഗോൾഡ് ആണ്. അതെല്ലാം നന്നായിട്ട് ഇപ്പൊ പൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത് നിറയെ പൂത്ത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇതാണ് ഇപ്പൊ നമ്മുടെ മാരിഗോൾഡിന്റെ അവസ്ഥ. അപ്പോൾ ഇതിങ്ങനെ സ്ട്രോബെറി പോട്ട് അടുക്കി വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഓരോ കുഴിയിലും നമ്മളിങ്ങനെ നട്ടുകൊടുത്തതാണ്. അതിപ്പോ 4 ചുറ്റിനോട് ഇങ്ങനെ വളർന്നു വന്നിട്ട് നന്നായിട്ട് പൂത്ത് നിപ്പുണ്ട്. പിന്നെ നമ്മുടെ ഹൈഡ്രാഞ്ചിയും റോസും ഒക്കെ നിങ്ങൾ എപ്പോഴും ഞാൻ എൻ്റെ ഗാർഡൻ വീഡിയോസിൽ കാണിക്കുന്നതാണ്. അവരിങ്ങനെ ഫുൾ ബ്ലൂം ആയിട്ട് നിൽക്കുന്നതാണ്. ഈ പിങ്ക് റോസിൽ എന്നും തന്നെ പൂക്കൾ ഉണ്ടാവും. കൊഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും അതിലിങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്പെഷ്യൽ റോസാണിത്. പിന്നെ നമ്മുടെ റെഡ് ഹൈഡ്രാഞ്ചിയ, ഇതും പലരും നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ കുറച്ച് കുക്കുംബർ ഇവിടെ വലുതായി നിപ്പുണ്ട്. ഇത് നമ്മൾ ഇന്ന് പറിക്കുന്നില്ല, പക്ഷെ കുറച്ച് കുക്കുംബർ ഇന്ന് നമ്മൾ വിളവെടുക്കുന്നുണ്ട്. അത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് വലുതായി വന്നോട്ടെ. കുറച്ചൊക്കെ ഞാനിവിടെ കവറൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ കുറെ അല്ലാതെയും ഒക്കെ നിപ്പുണ്ട് ഇവിടെ. പിന്നെ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ, ആമ്പൽ എവിടെ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിരുന്നത്. ഞാൻ ഓൺലൈനിൽ വാങ്ങിയ ആമ്പലാണ് കേട്ടോ. ഇതിന്റെ പ്രോഡക്റ്റ് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്തോളൂ. പിന്നെ നമ്മുടെ ആപ്പിള്, അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിലത്തൂടെ എല്ലാം ആപ്പിള് കൊഴിഞ്ഞു കിടക്കുന്ന കണ്ടപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, നമ്മൾ എന്തിനാ ഇങ്ങനെ ആപ്പിള് വേസ്റ്റ് ആക്കി കളയുന്നത്. നമ്മൾ ആപ്പിള് വേസ്റ്റ് ആക്കി കളയുന്നതല്ല കേട്ടോ. പലതും കൊഴിഞ്ഞു വീണ് കഴിയുമ്പോൾ ചില ആപ്പിള് നമുക്ക് വീണ് ചതഞ്ഞു കഴിയുമ്പോൾ പിന്നെ കൊള്ളത്തില്ല. പിന്നെ ചിലപ്പോൾ കിളി കൊത്തിയതാവും, അല്ലെങ്കിൽ കേടുവന്നതൊക്കെ ആയിരിക്കും. ഇന്നിപ്പോ നമ്മൾ ഇത് നമ്മുടെ ഒരു തോട്ടി പോലത്തെ ഒരു വലത്തോട്ടി പോലെ ഒരു സാധനം വെച്ച് നമ്മൾ ആപ്പിള് പിച്ചിയെടുക്കുവാണ്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു സാധനമാണ് കേട്ടോ. ഇതൊരു 4-5 ആപ്പിള് ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ പിച്ചിയെടുക്കാൻ പറ്റും. ചിലതൊക്കെ നിലത്ത് പോവുകയും ചെയ്യും. എന്നിട്ട് നമ്മളിങ്ങനെ അങ്ങനെയാണ് ഇന്ന് ആപ്പിള് പിച്ചിയെടുക്കുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനുണ്ട്. കൊടുത്ത് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. നമ്മൾ 2 ബക്കറ്റോളം ആപ്പിൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ആപ്പിൾ പൈ ഉണ്ടാക്കാനും ഒക്കെ നല്ലതാട്ടോ. പക്ഷെ ഈ വർഷം എൻ്റെ കൈ വയ്യാതിരിക്കുന്നതുകൊണ്ട് ഞാൻ പൈ ഒന്നും ഉണ്ടാക്കുന്നില്ല. പിക്കിളൊക്കെ ഉണ്ടാക്കിയിരുന്നു നമ്മൾ പച്ചയായിരിക്കുമ്പോൾ. അത് ചേച്ചിയാണ് ഈ വർഷം നമുക്ക് പിക്കിൾ ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിൾ പ്ലക്കിംഗ്. ഇതായിരുന്നു ഇത് നിലത്തൂടെ എല്ലാം കൊഴിഞ്ഞു കിടക്കുന്ന കുറേ ഉണ്ട്. നല്ലതുള്ളതൊക്കെ നമ്മൾ പെറുക്കി എടുക്കാറുണ്ട്. ചിലത് നല്ല ആപ്പിളായിരിക്കും നിലത്ത് കിടക്കുന്നത്, ചിലതൊക്കെ കേടുവന്നതും കിളി കൊത്തിയതും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ കുറേ മുഴുവൻ ഇങ്ങനെ കൊഴിഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ ബീൻസ് ഒക്കെ നിൽക്കുന്നുണ്ടോ. അപ്പൊ ബീൻസ് ഒക്കെ കുറച്ചൊന്ന് പിച്ചെടുക്കാൻ പോവാണേ. നല്ല വയലറ്റ് കളറിലെ ബീൻസാ. ഇത് കണ്ടോ, നല്ല വയലറ്റ് കളറായതിന്.
എൻ്റെ കഴിഞ്ഞ ഗാർഡൻ വീഡിയോ കണ്ടിട്ട് എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു എൻ്റെ കൈക്ക് എന്താ പറ്റിയതെന്ന്. എൻ്റെ കൈക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വണ്ടിയുടെ പുറകു വശത്ത് ഒരു വാൻ വന്നിടിച്ചിട്ട് എനിക്കൊരു ഷോൾഡർ ഇഞ്ചുറി ഉണ്ടായി. ഫ്രാക്ചർ ഒന്നുമല്ല, മസിൽ ഇഞ്ചുറി ആണ്. മസിൽ ഇഞ്ചുറി ആണെങ്കിൽ നല്ല പെയിൻ ആണ് ഷോൾഡറിന്. അപ്പോൾ കൈ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഞാൻ എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേദന അങ്ങ് കൂടും. അപ്പോൾ അതുകൊണ്ട് സ്ലിങ്ങിലിടാൻ സജസ്റ്റ് ചെയ്തേക്കുവാണ് ഡോക്ടർ. അപ്പോൾ ആ കൈ റെസ്റ്റിലാണ്. അപ്പോൾ കുറച്ച് മസിൽ ഇഞ്ചുറി ആയതുകൊണ്ട് തന്നെ അത് ഒന്ന് റിക്കവർ ആയി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് അത്രയും നാള് കൈ സ്ലിങ്ങിൽ ഇട്ടാലേ പറ്റത്തുള്ളൂ. അപ്പൊ അല്ലാതെ എൻ്റെ കൈക്ക് പ്രശ്നമൊന്നുമില്ല, അത് റിക്കവറായി വരുന്നുണ്ട്. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എന്താന്ന് അന്വേഷിച്ചവർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ദേ ഇത്രയും പർപ്പിൾ ബീൻസ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. 2 ദിവസം കൂടുമ്പോൾ ഇത്രത്തോളം ബീൻസ് നമുക്ക് വിളവെടുക്കാൻ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്യൂക്കമ്പർ വിളവെടുക്കാം. ഇത് പ്രീക്ലി ക്യൂക്കമ്പർ ആണ്. ഇതിന്റെ മുകളിൽ കുറച്ച് സ്പൈക്ക് പോലെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പ്രീക്ലി ക്യൂക്കമ്പർ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ആണ്. സാലഡ് ക്യൂക്കമ്പർ ആണ് രണ്ടും. അപ്പോൾ ഇത് രണ്ടും 2 ടൈപ്പാണ്. അപ്പൊ ഇന്ന് ഈ 2 ക്യൂക്കമ്പർ ആണ് നമ്മൾ വിളവെടുക്കുന്നത്. ബാക്കിയൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് അത് റെഡി ആവുള്ളൂ. അപ്പൊ ഇത് 2 എണ്ണം നമ്മളിങ്ങനെ പിച്ചിയെടുക്കുവാണ് കേട്ടോ. ഇന്ന് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണിത്. ഒരെണ്ണം ചേച്ചിക്ക് കൊടുക്കണം. നമുക്ക് ഇന്നിപ്പോൾ ഒരു ക്യൂക്കമ്പറിന്റെ ആവശ്യമേ ഉള്ളൂ. 2 ദിവസം കൂടുമ്പോൾ ഇതുപോലെ ക്യൂക്കമ്പറും നമുക്ക് വിളവെടുക്കാൻ കിട്ടുന്നുണ്ട് അല്ലേ. നമ്മുടെ ഹാലോപ്പീനോ പെപ്പറാണ്. അപ്പം ഇതും ആദ്യത്തെയാണ്. നമ്മൾ ഇന്നത്തെ ആവശ്യത്തിന് മാത്രം പറിച്ചു. ഇത് നമ്മുടെ പേറാണ്. റബ്ബർ ജെല്ലിയുടെ ഒരു ഷേപ്പാണ്. നല്ല ടേസ്റ്റ് ആണ് അതിന്. പിന്നെ ഞാൻ ഇതിൽ നിന്ന് 2 പ്ലമ്മും കൂടെ ഇന്നത്തെ വിളവെടുപ്പ് വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം പിച്ചിയെടുത്തതാണ്. എനിക്കധികം സ്ട്രെയിൻ ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വിളവെടുപ്പ് നിർത്തി. ഇനി ബാക്കി അച്ഛനും മക്കളും കൂടെ വിളവെടുക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ കുറേ പിയർ പറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കണം, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം. ഇനി നിന്ന് കഴിഞ്ഞാൽ അത് ഒത്തിരി ഓവർ റൈപ്പ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ വെള്ളം പോലത്തെ ഒരു ടേസ്റ്റ് ആണ് അതിന്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇത് ഓവർ റൈപ്പ് ആകാതെ ഈ ഒരു ക്രഞ്ചിനെസ്സോട് കൂടി കഴിക്കുന്നതാണ് ഈ പേരിന്റെ ഒരു ടേസ്റ്റ്. അപ്പൊ അത് നമ്മൾ ഇനി നിർത്തുന്നില്ല. ഇതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ജാമോ ഒന്നും ഉണ്ടാക്കാറുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പഴുത്തതെല്ലാം ഇന്ന് നമ്മൾ പറിച്ചെല്ലാവർക്കും വിതരണം ചെയ്യുവാണ്. നമ്മുടെ ആദ്യത്തെ ഗാർഡൻ വീഡിയോ കണ്ടിട്ട് ആരോ എന്നോട് കമന്റ് ചെയ്ത് ചോദിച്ചിരുന്നു, ഇവിടെ എങ്ങനെയാണ് ഇത്രയും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്നത്, നമുക്കിവിടെ അണ്ണാനും കിളികളും ഒന്നും ഇല്ലേ എന്ന്. അണ്ണാനും കിളികളും ഒക്കെ ഉണ്ട് കേട്ടോ. അവരുടെ ആവശ്യത്തിന് അവരും വിളവെടുക്കുന്നുണ്ട്. അവര് വിളവെടുത്തതിന്റെ ബാക്കിയാണ് നമ്മൾ വിളവെടുക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടി ദേ ഇവിടെ പർപ്പിൾ ബീൻസ് പടർന്ന് കയറി കിടപ്പുണ്ട്. ഒരു 4-5 സ്ഥലത്തായിട്ട് പർപ്പിൾ ബീൻസ് നട്ടിട്ടുണ്ട്. എല്ലാം തന്നെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ നമ്മുടെ ഗാർഡനിലെ പച്ചക്കറികളൊക്കെ വെച്ച് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങൾക്ക് പച്ചക്കറി വാങ്ങേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോ സ്ട്രോബെറി സീസൺ കഴിഞ്ഞതാണ്. എന്നിട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 സ്ട്രോബെറി ഒക്കെ പിടിച്ചു നിൽപ്പുണ്ട്. പിന്നെ ഈ ഫ്രൂട്ട്സിലൊക്കെ പുഴു ഇല്ലേന്ന് ചോദിച്ചു. പുഴു ഉണ്ട് കേട്ടോ. പുഴു ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ ഇതിലൊന്നും മരുന്നടിക്കാറില്ല. പുഴുവിന്റെ ആവശ്യത്തിന് പുഴുവും കഴിക്കാറുണ്ട്. പക്ഷികളും അണ്ണാനും ഒക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പൊ പുഴുവിന് നമ്മൾ ഒന്നും ചെയ്യാറില്ല. പെസ്റ്റിസൈഡ്സ് ഒന്നും തന്നെ നമ്മൾ ഫ്രൂട്ട്സിലൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ നമുക്ക് ധാരാളം പൂക്കൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസും ഈ തേനീച്ചകളും അല്ലാത്ത വണ്ടുകളും ഒക്കെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇവിടുത്തെ നമ്മുടെ പച്ചക്കറികളിലും ഫ്രൂട്ട് ട്രീസിലും ഒക്കെ പരാഗണം നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ധാരാളം കായ്ഫലം ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ബട്ടർഫ്ലൈസ് കണ്ടില്ലേ, നല്ല രസമാണ്. ഞങ്ങളുടെ കൺസർവേറ്ററി ആണ് നമ്മുടെ ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത്. അത് മുഴുവൻ ഗ്ലാസ് ഹൗസ് ആണ്. അപ്പൊ അത് ഞാൻ പിന്നെ ഒന്ന് കാണിക്കാം കേട്ടോ. ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം. അവിടെ ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കുഞ്ഞു കുരുവികളും ഇതുപോലത്തെ ബട്ടർഫ്ലൈസും ഈ തേനീച്ചകളും വണ്ടുകളും ഒക്കെ ഇങ്ങനെ പാറി നടന്ന് ഈ തേൻ കുടിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവര് ഇങ്ങനെ തേൻ കുടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്ന ഇതുപോലെ ധാരാളം പച്ചക്കറികളാണ്. പച്ചക്കറികളൊക്കെ ധാരാളം കായ്ക്കുന്നുണ്ട്. പിന്നെ ഈ വർഷം നമുക്ക് ഭയങ്കര വെയിലാണ്, അതിഭീകരമായിട്ടുള്ള വെയിലാണ്. ടെമ്പറേച്ചർ 32-33 ഒക്കെ ഉള്ളൂ. പക്ഷെ ഇവിടെ 32 ഒക്കെ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ നാട്ടിലൊരു 50 ഡിഗ്രിയുടെ ഒരു എഫക്റ്റ് ആണ് നമുക്ക്.
കൂടാതെ ഇപ്പം നമുക്ക് ഹോസ് ബാനാണ്. ഹോസ് പൈപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെടിയൊന്നും നനയ്ക്കാൻ പാടില്ല എന്നൊരു റൂള് വന്നിട്ടുണ്ട് ഇവിടെ ഭീകരമായ ചൂടായതുകൊണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം നമുക്ക് ചെടിയൊക്കെ നനയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ മത്തനൊക്കെ ഇവിടെ കായ്ച്ചു നിൽക്കുന്ന കാഴ്ചകളാണ്. മത്തനുണ്ട്, നമുക്ക് വഴുതനയുണ്ട്, വെണ്ടയുണ്ട്. അപ്പം അതിനൊക്കെ ഞാൻ വളമിടുന്ന വീഡിയോയൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഹാലോപ്പീനോ പേപ്പർ ഞാൻ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കായ്ച്ചു നിൽപ്പുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ റോസ് ഒത്തിരി കാണിക്കാനായിട്ടില്ല. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഒത്തിരി റോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇത് നമ്മുടെ ചൊരയ്ക്ക ഷെഡിന്റെ മുകളിൽ കായ്ച്ചു കിടക്കുന്നതാണ്. 2-3 ചൊരയ്ക്ക ഉണ്ട് അവിടെ. അപ്പൊ അതിന്ന് അതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ ഇന്ന് വിളവെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഷെഡിന്റെ മുകളിൽ കയറി മോൻ എടുത്തൊരു വീഡിയോ ആണ്. അത് ശരിക്കും കാണാൻ പറ്റുന്നില്ല, കാരണം അത് ഷെഡിന്റെ സെന്ററിലോട്ടാണ് കിടക്കുന്നത്. പക്ഷെ നമ്മളതിനെ വിടില്ല, അതിനെ വിളവെടുക്കുമല്ലോ, നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അത്. അപ്പോൾ ഇന്ന് അതിൽ നിന്നൊരു ചൊരയ്ക്ക നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കറികളിലൊക്കെ ഇനിയിപ്പോൾ ചൊരയ്ക്ക വെച്ചിട്ടുള്ള കറികളുടെയൊക്കെ വീഡിയോ വരുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ. അപ്പം അതുമൊക്കെ കാണിക്കാം കേട്ടോ. ഒത്തിരി വലിപ്പമുള്ളൊരു ചൊരയ്ക്കയാണ്. മൂത്ത് പോയിട്ടൊന്നുമില്ല കേട്ടോ, പിഞ്ച് തന്നെയാണ്, എന്നാലും നല്ല വലിപ്പമുണ്ട്. ഇതിലേക്കൂടെ ഒക്കെ കായ്കൾ പിടിച്ച് കിടപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെ ബട്ടർഫ്ലൈസ് ഒക്കെ നമുക്ക് റിട്ടേൺ ആയിട്ട് തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ വഴുതന ഒരെണ്ണം പറിച്ചെടുക്കുന്നുണ്ട് ഇന്ന്. കുറച്ചധികം തന്നെ പച്ചക്കറികൾ പറിച്ചെടുക്കുന്നുണ്ട്, ഒരു അവിയൽ വെക്കാനാണ്. അപ്പൊ ഇത് പാവയ്ക്ക കുറച്ചുകൂടെ ആയിട്ടേ നമ്മൾ വിളവെടുക്കുന്നുള്ളൂ. അത് പാവയ്ക്കയുടെ വിളവെടുപ്പ് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇതൊക്കെ ഇനിയും കുറച്ചുകൂടെ വലുതാകാനുണ്ട്. ഇത് കുറേയൊക്കെ നമ്മളിവിടെ കൂടൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട്, കൂടില്ലാതെ നിപ്പുണ്ട്. ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ പാവയ്ക്ക ധാരാളം പിടിച്ചു വരുന്നുണ്ട്. പാവയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പയറിൽ ഇതുവരെ കായ ആയിട്ടില്ല, നമ്മുടെ വാളം പയറ്. പിന്നെ കാണിച്ചല്ലോ പ്ലം. നമ്മൾ പ്ലം അധികം പറിക്കുന്നില്ല ഇപ്രാവശ്യം. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ആവശ്യത്തിന് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഇന്നിപ്പോൾ പറിച്ചെടുക്കുന്നത്. അല്ലാതെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പ്ലം വിളവെടുക്കുന്നില്ല. പിന്നെ നമ്മുടെ പർപ്പിൾ ബീൻസ് ഇവിടെയൊക്കെ നിൽപ്പുണ്ട് ഇഷ്ടം പോലെ. അപ്പം അതെല്ലാം നമ്മൾ പറിച്ചെടുക്കുവാണ്. പിന്നെ നമുക്ക് അധികം വരുന്ന പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇതെല്ലാം ഫ്രീസ് ചെയ്യും കേട്ടോ, വിന്ററിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഫ്രണ്ട്സിനൊക്കെ കുറെ കൊടുക്കും, അതിന്റെ ബാക്കി നമ്മൾ ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. ചൊരക്കയൊക്കെ ഒരുപാട് വരുമ്പോൾ അതൊക്കെ കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ച് ഫ്രീസറിൽ ഇട്ടേക്കും. അപ്പം നമുക്ക് വിന്ററിൽ പച്ചക്കറി ഇല്ലാതെ വരുന്ന സമയത്ത് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. നമുക്കിവിടെ ഉള്ളത് വലിയ ഫ്രീസറാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോകളിലൊക്കെ നമ്മുടെ വലിയ ഫ്രീസർ കാണിച്ചിട്ടുണ്ട്. അതിന് ചെസ്റ്റ് ഫ്രീസർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറെ വെണ്ടയൊക്കെ നിപ്പുണ്ട്. വെണ്ടയ്ക്കും ഒക്കെ നമ്മൾ വളമിടുന്ന വീഡിയോയിൽ വെണ്ട തൈയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അധികം വലിപ്പമില്ല വെണ്ടയുടെ പ്ലാന്റ്സിന്, അധികം പൊക്കം വെക്കുന്ന വെണ്ടയല്ല, പക്ഷെ കായ്ക്കൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പം നമ്മളിന്ന് കുറച്ച് വെണ്ടയ്ക്കയും കൂടെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെണ്ടയ്ക്കയും കൂടെ നമ്മൾ വിളവെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക, വഴുതനങ്ങ, ബീൻസ്, ചൊരയ്ക്ക, ക്യൂക്കമ്പർ, അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിളവെടുപ്പുകൾ. പിന്നെ ചീര നമുക്ക് എല്ലാ 2 ദിവസം കൂടുമ്പോഴും വിളവെടുക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചത് കൊണ്ടാണ് കാണിക്കാത്ത. തക്കാളി ഇവിടെ കുറച്ച് പഴുത്ത് നിൽപ്പുണ്ട്, അത് അടുത്ത വീഡിയോയിൽ എടുക്കാം. ഇത് നമ്മുടെ ബട്ടർ സ്കോഷ് ആണ്, മത്തൻ വിഭാഗത്തിൽപ്പെട്ട ഒരു പച്ചക്കറിയാണ്. ഇതാണ് നമ്മുടെ ഗ്ലാസ് ഹൗസ്, നമ്മുടെ ഡൈനിങ് ഹാള്. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ചെടികളെയും നമ്മുടെ ഫ്രൂട്ട് ട്രീസും ഒക്കെ കാണാൻ പറ്റും. ഇവിടെ പൂക്കളിലെ തേൻ കുടിക്കാൻ വരുന്ന ബട്ടർഫ്ലൈസിനെയും കുഞ്ഞു കുഞ്ഞു കിളികളെയൊക്കെ കണ്ടാണ് നമ്മൾ ഇവിടിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അതൊരു വലിയ സന്തോഷമാണ് കേട്ടോ. ഈ സമ്മറിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഗാർഡൻ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.